ഇത് എനിക്കൊരു 2 ലക്ഷത്തോളം രൂപ ഇത്തരം കൃഷിയിൽ എനിക്ക് ബാധ്യതയുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത എവിടെ ചെന്ന് എന്തെടുത്തിട്ട് വീട്ടുമെന്ന് എനിക്കറിയത്തില്ല. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് നടവയൽ പ്രദേശത്താണ്. ഇവിടെ കാട്ടാനശല്യം നല്ല രീതിയിലുള്ളൊരു പ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത്. നടവയൽ ടൗണിൻ്റെ ആ ഒരു പരിസരങ്ങളിലേക്ക് പോലും ഇപ്പോൾ കാട്ടാനശല്യം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ കുറേയധികം കർഷകരുടെ കുറേയധികം കൃഷികളും കാര്യങ്ങളൊക്കെ കാട്ടാന നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാനിപ്പോൾ ഇന്ന് ആ ഒരു പ്രദേശത്താണുള്ളത്. നമുക്കിനി ഏതായാലും ആ ഒരു പ്രദേശം ഒന്ന് നേരിട്ട് കണ്ടിട്ട് വരാം കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് താഴേക്ക് ഇറങ്ങണം. അവിടെയാണ് സംഭവം കണ്ടത്. ഇങ്ങോട്ടൊക്കെ വരുമോ വെച്ചാ? ഇങ്ങോട്ടൊക്കെ വരുവാനാ? ആ ആണോ ആണോ? ആ അത് ലാസ്റ്റ് എടുക്കാം. അത് അവസാനം എടുക്കാം. ആ ഇവിടെ ഇങ്ങനെ സ്ഥിരം വരുന്ന ആന അല്ല? ഈ തെങ്ങൊക്കെ കളഞ്ഞ വല്ലാത്ത കഷ്ടമല്ലേ? വയലിൽ എന്നാ പണി? ആ വാഴയാ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ടോമി. ചേട്ടൻ്റെയാണോ ഈ സ്ഥലം? ആ ഈ സ്ഥലം എൻ്റെ അല്ലേ? എന്നാ സംഭവം നടന്നത്? ഇതിപ്പോൾ ഒരു മാസമായിട്ട് ഒരു 3 പ്രാവശ്യം വന്ന് കയറിയിട്ടുണ്ട്. ആണല്ലേ? കുറേ സംഭവങ്ങൾ കളഞ്ഞിട്ടുണ്ടല്ലേ? പിന്നെ പകുതിയോളം വാഴ കളഞ്ഞു. ആണല്ലേ? ഇവിടുന്ന് കുറച്ചുണ്ടാകുമല്ലോ പോകാനായിട്ട്? ആ ഇവിടുന്ന് ഒരു 100 മീറ്റർ കൂടെ ഉണ്ട്. ആണല്ലേ? എന്നാ സ്ഥലം കാണിച്ചു തരുമോ? ഓക്കെ. ഉണ്ടെന്നേ എല്ലാ മൃഗങ്ങളും ഉണ്ട്. മയില്, മാന്, പന്നി, കാട്ടാട് എല്ലാം ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങുന്നല്ലേ? ശരിക്കും നടവയൽ ടൗണിനോട് ചേർന്നെത്തിയില്ലേ? അതെ അതെ. ഇതിവിടുന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്കുപ്പ റോഡായി. അതെ അതെ. ആ അത്ര എത്തിയില്ലേ? ആ ഷാജിയെ പറഞ്ഞോട്ടെ. ചേട്ടാ ഷാജിയെ പറഞ്ഞോട്ടെ. ചവിട്ടി മരിച്ച് കളയുന്നോണ്ടേ. ഇത് കറണ്ട് ഫെൻസിങ് കൊടുത്തേക്കുന്നയാ? അതൊന്നും ആനയ്ക്ക് വിഷയമില്ലല്ലോ അല്ലേ? ഹലോ, ബാറ്ററി ചാർജ് ഇട്ടായിരുന്നോ ലൈസി? ചേട്ടൻ്റെ സ്ഥലമൊക്കെ പാട്ടത്തിനാ? ഇത് പാട്ടത്തിനാ. ഏറ്റവും അടുത്ത് ഇവിടെ ഫോറസ്റ്റ് ഉള്ള എവിടെയാ ചേട്ടാ? ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഇവിടുന്ന് 1 കിലോമീറ്റർ മുന്നോട്ട് പോകണം. 1 കിലോമീറ്റർ കൂടെ? ആ. ഈ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ജനവാസ മേഖലയുള്ളതല്ലേ? ഇവിടെയൊക്കെയല്ലേ? ആ ഉണ്ട്. രാത്രി ഇങ്ങനെ ഉറങ്ങാതെ കാവലൊക്കെ കിടക്കുമോ? കാവൽ കിടന്നിട്ടൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല.
നേരത്തെയൊക്കെ ആനയ്ക്ക് കാവൽ കിടക്കായിരുന്നു. ഇപ്പോൾ ആന നമ്മളെ അല്ല മനുഷ്യരെ തിരിഞ്ഞ് ഉപദ്രവിക്കുന്ന ഇതല്ലേ, അതുകൊണ്ടല്ലേ. ആ അതിലൂടെ പോരെ. ഇവിടെ മുതൽ ഇവിടെ മലയാളം ഇവിടെ മുതൽ അങ്ങനെ താഴോട്ടൊക്കെ കളഞ്ഞിട്ടുണ്ട്. എവിടെ നിന്ന് വന്നേ? ഈ ഭാഗത്തുനിന്നാ? അത് അപ്പുറത്തുനിന്ന് കയറി വന്നത്. മൊത്തം കൊത്താറായ വാഴയല്ലേ? കൊത്താൻ ഒരു 1.5 മാസം കൊടുത്ത വളർച്ചയും കൂടെ മൂപ്പ് കൂടി ഉണ്ട്. കഴിഞ്ഞാൽ കൊത്താൻ തുടങ്ങാമെന്നാ. അത് കഴിഞ്ഞാൽ കൊത്താൻ തുടങ്ങാമെന്നാ. അങ്ങനത്തെ വാഴകളല്ലേ? ആ ഇനി മുകളിലോട്ട്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ടുണ്ട്, താഴെയുണ്ട്. ചുറ്റും പുറം നടത്ത് കളഞ്ഞിട്ടുണ്ടെന്നേ. അല്ലേ? ആ ഒന്നിൽ കൂടുതൽ ആനയുണ്ട്? അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാന തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, രണ്ടെണ്ണമെങ്കിൽ ഒന്നും കാണിയല്ലേ? അത് ഏറ്റവും സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ നിൽക്കുന്ന വാഴയ്ക്കൊക്കെ ചെറിയ കേടുണ്ട്. ഈ വെയിലടിച്ചിട്ട് ഇത് വെയിൽ അടിക്കാത്ത, അതായത് ഇത് കണ്ടില്ലേ, ഉണ്ടോ അങ്ങനെ? ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ ഒരു 20-25 കിലോ തൂക്കം വരേണ്ട കൊലകളത്. ഞങ്ങൾക്ക് അനുഭവമുള്ള ഇങ്ങനത്തെ കൊലകൾ ഞങ്ങൾ ഇതിനു മുമ്പ് കൃഷി എടുത്തിട്ട് ഒരു 10-25 കിലോ ഒക്കെ കിട്ടിയ വാഴക്കൊലകളുണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ അത് ഇനി അപ്പുറേ ആ സൈഡിൽ ഒരു സൈഡിലാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് മൊത്തം ഈ പണി തീർന്നതാണ്. ഈ വള്ളിയെല്ലാം കെട്ടിയിട്ടേ ഇതെല്ലാം ഈ വലിച്ചു പൊട്ടിച്ചത് കൊണ്ട് ഇനി അത് നേരെ ആയി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വലിയ ആന വലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അരികിന്ന് വലിച്ച അങ്ങേ അറ്റം വരെ വലി വരും. ഓരോ വാഴയും കൂട്ടി കൂട്ടി കെട്ടിയേക്കോ? അതെ അതെ. ഇതൊക്കെ കളഞ്ഞല്ലേ? ആ ഇവിടെ ഈ 2 വാഴ ഇന്നാൾ വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം കളഞ്ഞത്. ഇതിപ്പോൾ ഈ അടുത്ത് എത്ര പ്രാവശ്യം വന്നു? ഇപ്രാവശ്യം ഇപ്പം 3 പ്രാവശ്യമായി ഇതിൻ്റെ അകത്ത് കയറുന്നു. ഇത് ഇവിടെ ഇറങ്ങിയത് ഇതിൽ ഇറങ്ങിയാണോ ഇതിൽ കയറിപ്പോയതാണെന്ന് അറിയത്തില്ല. അതിന് ശേഷം ഞാൻ പിന്നെ ഫെൻസിയൊക്കെ രണ്ടാമത് വീണ്ടും ഇട്ടതാ. ഇതൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇനി ഒരു വാഴ മാത്രമല്ല, ഇവിടെ തെങ്ങ് കളഞ്ഞേക്കുന്നത്, അടുത്ത ഒരു പറമ്പുകാരൻ്റെ തെങ്ങ് കളഞ്ഞേക്കുന്നത് കാണണം. ആ പറമ്പിലുണ്ടായിരുന്ന സർവ്വ തെങ്ങ് കളഞ്ഞു. അതെവിടെയായിട്ടാ? അത് ഇതിനോട് ചേർന്ന് തന്നെയാ. ഈ ഒറ്റ വരവിന് കളഞ്ഞ അതല്ല? ഇത് പിന്നെ 3 പ്രാവശ്യം വന്നു എന്ന് പറഞ്ഞില്ലേ. ആദ്യത്തെ പ്രാവശ്യം അവിടെ ആ ഒരു 10 വാഴ കളഞ്ഞു. പിന്നെ രണ്ടാമത് വന്ന വഴിക്ക് ഒരു 50 വാഴ കളഞ്ഞു. പിന്നെ അടുത്ത് 3ാമത്തെ ട്രിപ്പ് വന്നപ്പോൾ നല്ലൊരു ചെയ്തൂടെ ചെയ്തു. ഇതാ പോയ വഴിക്ക് അതിൻ്റെ ആ പിന്നെ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ട് ഇത് ആന ഒന്നും ചെയ്തതല്ല, ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ട് അത് മറിഞ്ഞു പോയതാണ്. തള്ളിയിട്ട് അങ്ങനെ പോയതല്ലേ? ഈ കവുങ്ങും അല്ല, ഈ കവുങ്ങ് ഉണങ്ങി വീണതാണ്. ഇതിനകത്തുള്ള സർവ്വ പടുവാഴകളും മൈസൂർ പൂവൻ, ഞാലിപ്പൂവൻ തുടങ്ങിയിട്ടുള്ള സർവ്വ സാധനങ്ങളും
വാഴ അതിൻ്റെ അകത്ത് കൂടുതൽ പോയല്ലേ? ഇതിലോ? വാഴയൊന്നുമല്ല, അതിങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വാ, കാണിച്ചു തരാം. എമ്മാതിരി ഭീകര പരിപാടി ചെയ്ത് വെച്ചേക്കുന്നതിന്. ഇതിൻ്റെ ഉടമസ്ഥൻ ഈ കാപ്പിക്ക് നനയ്ക്കാണ്ടിരിക്കുക. കാരണം ഈ കാപ്പിക്ക് രാവിലെ വൈകുന്നേരം അല്ലേ, നട്ടുച്ചയ്ക്കൊന്നും വന്ന് നനയ്ക്കൽ നടക്കില്ലല്ലോ. രാവിലെ വൈകുന്നേരം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നനയ്ക്കും? ആനയോ കടുവയോ എവിടുന്നാ ചാടി വീഴുന്നത് പറയാൻ പറ്റുമോ? പകലും ഉണ്ടാവും. പിന്നെ ആട് ചോദിക്കാറുണ്ട്. നേരം വെളുക്ക 6 മണിക്ക് 7 മണിക്കൊക്കെയാണ് പോണത്. ഇതുണ്ടോ? തെങ്ങ് പിടിച്ചിട്ടുണ്ടല്ലേ? തെങ്ങ് പിടിച്ചത് കാണണം. ഇത് നോക്ക്. എന്തായാലും പിന്നെ നിങ്ങളിത് ഓൺലൈൻ ചാനലായതുകൊണ്ട് എന്തായാലും കുറേ ആൾക്കാർ കാണാണ്ടിരിക്കില്ലല്ലോ. കുറച്ച് പരിസ്ഥിതിക്കാരൂടെ ഇത് കാണണമല്ലോ. എല്ലാ തെങ്ങും പിടിച്ചല്ലേ? ഇതുണ്ടല്ലേ ഈ വാഴക്കൂട്ടം കാണിച്ചു വെച്ചേക്കുന്നുണ്ടോ? പിടിച്ചത് മാത്രമല്ല, ഓടിച്ച് ചോടോടെ മറിച്ചിട്ടുണ്ട്. ഇതുണ്ടോ? ഒരാന എന്തോരല്ലേ കളയുന്നേ? ഇതുണ്ടോ? ചൊട്ടയിട്ട തന്നെ കായ്ഫലം എത്തിയ തെങ്ങാണത്. ഇത് ചവിട്ടി പറിച്ചത്. ഇത് ഒരെണ്ണമൊന്നുമല്ല ചവിട്ടി പറിച്ചത്. ഇതുണ്ടോ? ഇതൊക്കെ മാനിൻ്റെ കാട്ടാണ് ഈ കിടക്കുന്നത്. മാനൊരു എനിക്ക് തോന്നുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു 50 ഇതിനകത്ത് സ്ഥിരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. മയിലിൻ്റെ വെച്ചല്ലേ? അത് മയില. വാഴയൊക്കെ കൊത്തി കീറി കളയുകയാണ് മയിലല്ലേ? പിച്ച് കീറി ഞാൻ കളയും. കണ്ടോ? ഇതൊക്കെ കായ്ഫലം എത്തിയ തെങ്ങുകളാണ്. കണ്ടോ? ചില്ലറ പണിയൊന്നുമില്ല. ഞാൻ അവനോട് പറഞ്ഞു ഇതിനകത്ത് ഈ തെങ്ങാണ് പ്രശ്നം. തെങ്ങുള്ള തോട്ടത്തിൽ നിന്ന് ആന ഇറങ്ങൂല. അതിൻ്റെ ഒരു 50 തെങ്ങെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ പോയി. ഇനി ഇത് വലിച്ച് ഇത്ര ആന ചെയ്താൽ മതി. ഇനിയുണ്ട് വരുന്ന കൂമ്പുണ്ടല്ലോ, ഉള്ളിന്ന് പൊട്ടിപ്പോയിട്ടുണ്ടാവും. തെങ്ങ് പോവില്ല. ഇതൊക്കെ ആന വലിച്ചിട്ടേക്കുന്ന. സകല തെങ്ങും പിടിച്ചിട്ടില്ല. 60 തെങ്ങും തൈത്തെങ്ങ് എല്ലാം വേണ്ട. ഇതൊക്കെ വലിച്ചു പൊട്ടിച്ച് ഇതുണ്ടോ? പന്നീൻ്റെ വിളയാട്ടാണത്. ഉണ്ടോ? ഇത് ഇന്നലെ വന്നതാ. ഇത് പന്നി കുത്തിയേക്കുന്നല്ലേ? ഇത് വാഴ നട്ട ഉടനെ നിങ്ങളപ്പോൾ രാത്രി കാവലും കിടക്കണ്ടേ? നട്ട ഉടനെ ഫെൻസിങ്, ആനേൻ്റെ ശല്യം ഇല്ലായിരുന്നു. ആ ടൈമിൽ ആനേൻ്റെ ശല്യം ഇല്ലായിരുന്നു. പന്നിയുടെ ശല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പന്നിക്ക് ചെറിയ ഫെൻസിങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടോ? ഇതിലൂടെ കയറിപ്പോയതാണ് ഈ വാഴയൊക്കെ ചാഞ്ഞു ഒടിഞ്ഞും കിടക്കുന്നത്. കണ്ടോ? പോയതല്ലേ? ഈ തോട്ടത്തിന് നടുക്ക് കയറിയിട്ട് ഈ വള്ളി പൊട്ടിച്ച് ഉണ്ടോ? ഇവിടെ പോയതാ സാധനം. ഉണ്ട് കാൽപ്പാട്. പോയല്ലേ? എന്നാ വലിയ സാധനമാണെന്നറിയോ അത്? ഇറങ്ങി നിൽക്കുന്ന സ്ഥലത്തോടെയൊക്കെ ഇത് കഷ്ടപ്പെട്ട് കയറിപ്പോയില്ല.
ആനയ്ക്ക് വലിയ കഷ്ടപ്പാടൊന്നുമില്ല, ഇത് കഷ്ടപ്പാട് മുഴുവൻ നമുക്കല്ലേ. അന്നേരം കണ്ടോ, ഇതിങ്ങനെ വള്ളി കെട്ടിയത് അത്രയും വാഴയ്ക്ക് പ്രശ്നമാണ് വരിക. ഒരെണ്ണം വലിച്ചാൽ എല്ലായിടത്തും വലിയെത്തും. ഇത് കൃഷി വകുപ്പിൽ നിന്ന് ആളുകൾ ആരെങ്കിലും വന്നായിരുന്നോ? കൃഷി ഓഫീസർമാരും വന്നിട്ടില്ല. ഫോറസ്റ്റിൽ നിന്ന് 2 പ്രാവശ്യം, ആദ്യത്തെ പ്രാവശ്യം കളഞ്ഞപ്പം വന്നു. പിന്നെ അവരെന്താ നമ്മൾ പറയുന്നത് അവർ കേട്ടിട്ട് പോകും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും നമുക്ക് സപ്പോർട്ടായിട്ട് പറയുന്നതല്ലാണ്ട് ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവരുടെ അടുത്ത് പിന്നെ ആനേനെ തുരത്താൻ വേണ്ടുന്ന കുറച്ച് ഗുണ്ടും പടക്കവും മാത്രമേ ഉള്ളൂ. അവരുടെ സ്വയരക്ഷയ്ക്ക് പോലും ഒരു ആയുധമില്ല. പിന്നെ അവരെന്ത് ചെയ്യും? അതാ സ്ഥിതി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യം ഞങ്ങൾ പിന്നെ ഇവരുടെ DFOയുടെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ റെസ്പോൺസായി. ആ നിമിഷം തന്നെ ഇവിടെ വന്നു. അതിനുശേഷം ഇവിടെ താഴെ കാവലിട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, ഈ ആന കയറി വരുന്ന വഴിക്ക്. അതന്നെ. എന്നിട്ട് ഇതെല്ലാം കണ്ടില്ലേ. ഇത് എനിക്കൊരു 2 ലക്ഷത്തോളം രൂപ ഇത്രയും കൃഷിയിൽ എനിക്ക് ബാധ്യതയുണ്ട്. ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാധ്യത എങ്ങനെ എവിടെ ചെന്ന് എന്തെടുത്തിട്ട് വീട്ടുമെന്ന് എനിക്കറിയത്തില്ല. ചേട്ടൻ ഈ കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളാണ്? കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്നത്. ഇത് പാട്ടത്തിനടുത്തേക്കുന്ന സ്ഥലമാണോ? ഇത് പാട്ടത്തിനടുത്തേക്കുന്ന സ്ഥലമാണ്. ഇത് മൊത്തം എത്ര ഏക്കറാണ് ചെയ്യുന്നത് കൃഷി? ഇതൊരു 1.5 ഏക്കറുണ്ട്. ഇത് 1.5 ഏക്കറല്ലേ? ഇതിപ്പോൾ ഇങ്ങനെ മിനിഞ്ഞാന്ന് കയറി, ഇന്നലെ കയറിയില്ലല്ലോ? ഇന്നലെ കയറിയിട്ടില്ല. ഇന്നലെ ഇവിടെ ഞങ്ങൾ തീയൊക്കെ ഇട്ട് അങ്ങനെ. പിന്നെ അന്നത്തെ ലാസ്റ്റത്തെ കയറ്റത്തോടെ കുറച്ചൊരു ഞങ്ങൾ സ്ട്രോങ് ആയതുകൊണ്ട് അവിടെ കാവലിട്ടിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് ഒരാഴ്ചത്തേക്കൊക്കെ അവർ നിൽക്കും. അത് കഴിഞ്ഞ് അവർ അവരുടെ വഴിക്ക് പോകും. പല സ്ഥലത്ത് ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. അവർ 1-2 ആന അല്ലല്ലോ. അപ്പോൾ അപ്പുറത്തേക്ക് വിളിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ അങ്ങോട്ട് പോകും. അത് തന്നെ സ്ഥിതി. ഇത് ശരിക്കും ഏത് ഭാഗത്തുനിന്നാണ് ഈ ആന വരുന്നത്? ഇത് പാതിരിയമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ആന വരുന്നുണ്ട്. പിന്നെ ചക്കട്ട എന്ന് പറഞ്ഞ മേൽഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പിന്നെ ഈ പേരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അറിയോ? ആ ഭാഗത്തുനിന്നും ഇങ്ങോട്ട് കയറുന്നുണ്ട് ആന. 3 സ്ഥലത്തുനിന്ന് ആന കയറുന്നു വരുന്നുണ്ട്. മറ്റേ നിർവാരം അപ്പുറത്ത് ആ ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് വരുന്നത്? ആ ഭാഗത്തുനിന്നല്ല, പാതിരിയമ്പം പിന്നെ മണൽവയൽ. മണൽവയലല്ലേ? അത് ആ സ്ഥലം അറിയില്ലേ? അറിയാം. ഏത് നമ്മൾ കായ്ക്കുന്നിന്ന് അങ്ങോട്ട് പോണ വഴി. അതൊക്കെ ഇവിടെ അടുത്ത സ്ഥലങ്ങളാണ് അതൊക്കെ. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പാതിരിയമ്പ്. അവിടെ അങ്ങനെ വരാനായിട്ട് എന്താ അവിടെ എന്തെങ്കിലും ഫെൻസിങ് ഇല്ല? അവിടെ ഈ മതിലുണ്ട്. പക്ഷേ ആ മതിൽ അത്ര പല സ്ഥലത്തും പൊളിഞ്ഞു കിടക്കുക. അപ്പോൾ ആ പൊളിഞ്ഞു കിടക്കുന്ന ഗ്യാപ്പിൽ കൂടെയാണ് ഇവർ കയറി വരുന്നത്. ആ ഒരു കർഷകൻ നമ്മളോട് സംസാരിച്ച കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ പറമ്പാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം കണ്ടത് കേട്ടോ. നിരവധി വാഴകൾ, നിരവധി തെങ്ങുകൾ ഒക്കെ നശിപ്പിച്ചിരിക്കുകയാണ്. അതും വെട്ടാറായ 1 മാസം കൊണ്ടൊക്കെ വെട്ടാറായി നിൽക്കുന്ന വാഴകളൊക്കെയാണ് ഇങ്ങനെ കാട്ടാന നശിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുകയില്ലെന്ന് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത്. അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാകും. കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ്. കൃഷിയെ ആശ്രയിച്ച്, കാർഷിക വിളകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ വരുമാനമാണ് ഇല്ലാണ്ടായി പോകുന്നത്. മാസം ശമ്പളം വരുന്ന ആളുകൾക്കാണെങ്കിൽ 2 ദിവസം ലീവ് എടുത്താലും അവർക്ക് ബാക്കിയുള്ള ദിവസത്തേക്ക് കിട്ടും. ഇതങ്ങനെയല്ല. അവരുടെ എന്താ പറയുക, അവരുടെ അധ്വാനത്തിൻ്റെ, അവരുടെ ശമ്പളമാണ് ഈ കിട്ടുന്നത്. അതാണ് ഇങ്ങനെ ആന തിന്ന്, അല്ലെങ്കിൽ മാനും കാട്ടുപന്നി മയിലും ഒക്കെ തിന്ന് തീർത്ത് പോകുന്നത്. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും. വയനാട്ടിലെ പ്രത്യേകിച്ച് അവസ്ഥ ഇതാണ്. വയനാട്ടിൽ മാത്രമല്ല, മലയോര പ്രദേശങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും മനുഷ്യരുടെ അവസ്ഥ, അല്ലെങ്കിൽ കർഷകരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇത്രയ്ക്കാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.